ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിന്റെയും ഇനി വരാനിരിക്കുന്ന അപ്കമിംഗ് വിശേഷങ്ങളിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇനി വരാനിരിക്കുന്ന വിശേഷങ്ങളിലേക്ക് കടക്കാം. അതിനു മുമ്പായിട്ട് ആരെങ്കിലും നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ കേട്ടോ. അതിനോടൊപ്പം മാക്സിമം എല്ലാവരും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ഒരു ലൈക്ക് അടിച്ചിട്ട് പോകാവുള്ളേ. അപ്പൊ നമുക്ക് നേരെ വിശേഷത്തിലേക്ക് തന്നെ കടക്കാം. അങ്ങനെ നമ്മുടെ നന്ദുവിന് ആ ഒരു SI സെലക്ഷൻ വന്നു. അപ്പൊ അതിനിടയിൽ നമ്മുടെ നന്ദുവിന് ഒരു ചെറിയ ടെസ്റ്റ് ഉണ്ട് കേട്ടോ. അപ്പം ആ ഒരു ടെസ്റ്റ് ഉള്ളത് കൊണ്ട് തന്നെ ടെസ്റ്റ് എഴുതാൻ കൊണ്ടുപോകാൻ ഇപ്പൊ തൽക്കാലം നമ്മുടെ ഗോവിന്ദന് കഴിയില്ല. കാരണം അവർക്ക് നമ്മുടെ ഗോവിന്ദന് വണ്ടി ഓടിക്കാൻ അറിയുകയോ അങ്ങനെ ഒന്നും അറിയത്തില്ലാത്തത് കൊണ്ട് തന്നെ നമ്മുടെ നന്ദുവിനെയും കൊണ്ട് അനിയാണ് പോകുന്നത്. അപ്പം അനി പോകാൻ വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. അപ്പൊ ആദർശിന് വേണമെങ്കിൽ പോകാം, നയനയ്ക്ക് വേണമെങ്കിൽ പോകാം. പക്ഷെ ആദർശും നയനയും കൂടെ ഒരു ഫോറിൻ ട്രിപ്പിന് പോയേക്കുമായിരുന്നു. അപ്പൊ അതും കൊണ്ട് അവർക്കും പോകാൻ കഴിയില്ല. അപ്പൊ പിന്നെ വേറൊരു ഓപ്ഷൻ ഇല്ല. ഒരു SI സെലക്ഷൻ എന്ന് പറഞ്ഞാൽ അറിയാലോ, നമ്മുടെ നന്ദു ഒത്തിരി ആഗ്രഹിച്ച് കിട്ടിയ ഒരു ജോലിയാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ ആ ഒരു SI സെലക്ഷൻ എന്തോ ഒരു ഫിസിക്കലും അതിന്റെ കൂടെ എന്തൊക്കെയോ ടെസ്റ്റുകളൊക്കെ ഉണ്ടായിരുന്നു. അപ്പൊ ആ ഒരു ടെസ്റ്റ് എഴുതാൻ പോകാൻ ഇപ്പം എന്ത് ചെയ്യും എന്ന ആ ഒരു അവസ്ഥയിലാണ് ഉള്ളത്. അപ്പോഴാണ് നമ്മുടെ നവ്യ പറഞ്ഞത്, അതിനിപ്പോ എന്താ ഇങ്ങോട്ട് പോന്നോ, ധൈര്യമായിട്ട് ഇങ്ങോട്ടേക്ക് പോന്നോ, നമുക്ക് അനിയെ കൂട്ടി വിടാം എന്നിങ്ങനെ പറഞ്ഞപ്പം നമ്മുടെ നവ്യ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ അവിടെ ഉള്ളവരുടെ പെർമിഷൻ ഒക്കെ മേടിക്കണമല്ലോ. അപ്പൊ നന്ദുവിനോട് ഈ കാര്യം നവ്യ ഇങ്ങനെ പറയണമെന്നുണ്ടെങ്കിൽ നമ്മുടെ അനന്തമൂർത്തിയുടെയും അതുപോലെ തന്നെ വസുന്ധരയുടെയും ഒക്കെ പെർമിഷൻ മേടിക്കണം. അപ്പം കനക വിളിച്ച് പറഞ്ഞു നവ്യയോട്, ഇങ്ങനെയൊക്കെയാണ് മോളെ സംഭവം, എങ്ങനെയാണെന്ന് അറിയില്ല, അവളുടെ കൂടെ ഹെൽപ്പിന് വേറൊരാളും ഇല്ലിപ്പൊ തൽക്കാലം, കൂട്ടുകാരുടെ ഒക്കെ കൂടെ എങ്ങനെയാ വിശ്വസിച്ച് വിടുന്നത് അവള് പറഞ്ഞു ഒറ്റയ്ക്ക് പൊക്കോളാന്ന് അവള് കർശനമായിട്ടും പറയുന്നുണ്ടെങ്കിൽ പോലും എനിക്ക് ഒറ്റയ്ക്ക് വിടാൻ പേടിയാണ്, അതുകൊണ്ട് ഇനിയിപ്പോ എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല എന്നൊക്കെ പറഞ്ഞപ്പോഴാണ് എങ്കിൽ പിന്നെ നമുക്ക് അനിയെ കൂട്ടി വിടാം, എനിക്കാണെങ്കിൽ പ്രശ്നമില്ല, അവര് നല്ല കൂട്ടുകാരാണല്ലോ, അപ്പൊ കൂട്ടി വിടാമെന്നൊക്കെ ഇങ്ങനെ നവ്യ പറഞ്ഞു. അപ്പം കനക പറഞ്ഞു, അതെങ്ങനെ ശരിയാകും, അതിന് സമ്മതിക്കുവോ, അനാമിക സമ്മതിക്കുവോ, പിന്നെ അവളുടെ സമ്മതം ആർക്കാ ഇവിടെ വേണ്ടത്, അല്ലെങ്കിലും അവളുടെ സമ്മതം ഒന്നും വേണ്ട, അനിയോട് ഒരു കാര്യം ഇങ്ങനെ പറഞ്ഞാൽ മാത്രം മതി, അനി ഇപ്പം കൊണ്ടുപോയിക്കോളത്, എവിടെയാണെങ്കിലും കൊണ്ടുപോയിക്കോളും, അതുകൊണ്ട് അമ്മ അതിനെക്കുറിച്ച് ഓർത്ത് ടെൻഷൻ അടിക്കൊന്നും വേണ്ട, അല്ലെങ്കിലും അവൾക്കിട്ടൊരു 1.5 പണി കൊടുക്കണം എന്ന് ഓർത്ത് തന്നെയാണ് ഞാൻ ഇരിക്കുന്നത്, ഏതു നേരവും സംശയം 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 എന്നല്ലാതെ അവൾക്ക് വേറൊരു ചിന്തയില്ല, ഏതു നേരവും അനി ഇങ്ങനെ ശല്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ്, അപ്പൊ ഏതായാലും ഒന്നും ആകാതെ തന്നെ സംശയിച്ചുകൊണ്ട് നടക്കണുണ്ട്, അപ്പൊ പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്, അവൾക്ക് നല്ലൊരു പണിയും കൂടി ആയിക്കോട്ടെ എന്നൊക്കെ പറഞ്ഞ് ഫോൺ കട്ട് ചെയ്തു. ഫോൺ കട്ട് ചെയ്തിട്ട് നമ്മുടെ നവ്യ ഓടിച്ചെന്ന് പറയുകയാണ് അനന്തമൂർത്തിയോടും അതുപോലെ തന്നെ നമ്മുടെ വസുന്ധരയോടും കൂടെ പറഞ്ഞു. അപ്പൊ വസുന്ധര പറഞ്ഞു, അതിനിപ്പോ എന്താ മോളെ, ധൈര്യമായിട്ട് അവളോട് ഇങ്ങോട്ടേക്ക് വരാൻ പറ, ഇവിടുന്ന് നമുക്ക് പോകാലോ, ഏതായാലും നന്ദുവിനെ 2 ദിവസം ഇവിടെ കൊണ്ട് നിർത്ത്, അല്ലെങ്കിൽ ആ കുട്ടി 2 ദിവസം ഇവിടെ വന്ന് നിൽക്കട്ടെ, ഇനിയിപ്പോ ഫിസിക്കലിനും കാര്യങ്ങൾക്കും ഒക്കെ പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവക്ക് ചേച്ചിമാരുടെ കൂടെ നിൽക്കാൻ പറ്റില്ലല്ലോ, അപ്പൊ അതുകൊണ്ട് ഒരു കാര്യം ചെയ്യുക, ഈ ഒരു അവസ്ഥയിൽ നീ അവിടെ പോയി നിൽക്കാനും നിനക്ക് ഇഷ്ടമല്ല, നിന്റെ വീട്ടിൽ പോയി നിൽക്കാനും നിനക്ക് താല്പര്യമില്ല, പിന്നെ നയനയ്ക്കാണെങ്കിൽ ഇപ്പം വീട്ടിലേക്ക് പോകാൻ പറ്റിയ സാഹചര്യമല്ല, നയനയ്ക്ക് ഓഫീസും കാര്യവും ഒക്കെ ആയിട്ട് ഇങ്ങനെ ഇരിക്കുന്നത് കൊണ്ട് തന്നെ അവളുടെ കൂടെ കുറച്ച് നാളെ നിൽക്കാൻ നിങ്ങൾക്കും ആഗ്രഹം കാണൂലേ, അതിനിപ്പോ എന്താ ധൈര്യമായിട്ട് ഇങ്ങോട്ട് കൊണ്ടുവന്നോ, പിന്നെ അനിയെ കൂട്ടി നമുക്ക് വിടാം, പിന്നെ ഇവിടെ കാറൊക്കെ ഉണ്ടല്ലോ, പിന്നെ എന്താ പ്രശ്നം ഇരിക്കുന്നത്, ഏതായാലും നമ്മുടെ കുടുംബത്തിൽ നിന്ന് ഒരാൾ പോലീസ് ആകുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ സന്തോഷമുള്ള കാര്യമല്ലേ, അതുകൊണ്ട് ധൈര്യമായിട്ട് നന്ദുവിനോട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്, പേരൊന്ന് മാറിപ്പോയിട്ടുണ്ടെങ്കിൽ ക്ഷമിച്ചേക്കണേ, അപ്പൊ ഇങ്ങോട്ടേക്ക് വരാൻ പറയാണ്. അങ്ങനെ നമ്മുടെ മൂർത്തി മുത്തശ്ശൻ തന്നെ വിളിക്കുകയാണ്. അപ്പം നവ്യ പറഞ്ഞു, മുത്തശ്ശ ഞാൻ വിളിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവള് വരാൻ ചാൻസ് ഇല്ല, അതുകൊണ്ട് മുത്തശ്ശൻ തന്നെ ഒന്ന് വിളിക്കാൻ പറഞ്ഞു, അതിനിപ്പോ എന്താ ഞാൻ വിളിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ വിളിക്കുകയാണ്. അങ്ങനെ ഫോൺ എടുത്തിട്ട് നന്ദുവിനോട് പറഞ്ഞു, മോളെ നന്ദു, നിനക്ക് SI സെലക്ഷൻ ഒക്കെ കിട്ടിയതല്ലേ, ഏതായാലും മോളെ കാണാൻ ഒരു ആഗ്രഹമൊക്കെ ഉണ്ടോ, ഒരു ദിവസം മോൾ ഇവിടെ വന്ന് നിൽക്കുക, മോളുടെ ചേച്ചിക്കും മോളുടെ കൂടെ നിൽക്കാൻ ആഗ്രഹമുണ്ട്, ചേച്ചിമാർക്കൊക്കെ ആഗ്രഹമുണ്ട്, നയനയും നാളെ വരും, ആദർശം നാളെ വരും, അതുകൊണ്ട് മോൾ ഇങ്ങോട്ട് പോരെ, പിന്നെ മോക്കൊരു സെലക്ഷൻ എന്തോ ഒരു ടെസ്റ്റ് ഉണ്ടെന്നല്ലേ പറഞ്ഞത്, ആ ടെസ്റ്റ് നമുക്ക് ഇവിടെ നിന്ന് എഴുതാൻ പോകാം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞു. അപ്പോഴത്തേക്കും ആദ്യമൊക്കെ വിസമ്മതിച്ചെങ്കിലും നന്ദു സമ്മതിക്കാണ് കേട്ടോ. നന്ദു പറഞ്ഞു, ഓക്കെ മുത്തശ്ശ എന്ന് പറഞ്ഞു, കാരണം മുത്തശ്ശൻ അസുഖമൊക്കെ ആയിട്ടിരിക്കുകയാണ്, അപ്പം സമ്മതിക്കാതിരിക്കുന്നത് എങ്ങനെയാ. അങ്ങനെ നന്ദു സമ്മതിച്ചിട്ട് കനകദുർഗ കൊണ്ടുവിടാൻ വേണ്ടി വരുന്നു. അപ്പൊ അതിനിടയിൽ കുറെ ഉപദേശങ്ങളൊക്കെ കനകദുർഗ കൊടുക്കുന്നുണ്ട്, നീ അനിയുടെ കൂടെ പോകുന്നതൊക്കെ കൊള്ളാം, അനാമിയും കൂട്ടി വേണം പോകാന്, അല്ലാതെ നീ ഒറ്റയ്ക്ക് അനിയും നീയും തമ്മിൽ മാത്രം പോകരുത്, നവ്യ അങ്ങനെയൊക്കെ നിർബന്ധിക്കും, പക്ഷെ മോൾ അങ്ങനെ പോകേണ്ടത് ശരിയല്ല എന്നൊക്കെ ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും നമ്മുടെ നന്ദു പറയുന്നുണ്ട്, അതിനിപ്പോ എന്താ, ഞാനും അനിയും ഒറ്റയ്ക്ക് പോയ ഇതിന് മാത്രം എന്താ സംഭവിക്കുന്നത്, എനിക്ക് എന്നെ നോക്കാൻ അറിയാം, പിന്നെ അനിയെ സംബന്ധിച്ചിടത്തോളം
ഞാന് ഒരിടം കൊടുക്കാതെ അവന് ഒരിക്കലും എന്നിൽ ഒരു അവകാശം പറയില്ല. അതെനിക്ക് നന്നായിട്ട് അറിയാം. കാരണം വേറൊന്നുമല്ല, അവന്റെ കൂടെ ഇത്രയും നാൾ ഞാൻ നടന്നിട്ടും അവൻ അങ്ങനെ ഒരു സ്വഭാവം ഇല്ല. പിന്നെ അവൻ എന്നെ സ്നേഹിച്ചിരുന്നു, അത് ശരിയാണ്. ഞാനും അവനെ സ്നേഹിച്ചിരുന്നല്ലോ. അത് ഞാൻ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്ത്, ഞാൻ സ്റ്റോപ്പ് എന്ന് പറഞ്ഞാൽ സ്റ്റോപ്പാ. പിന്നെ ആരും എന്നെയും അനിയെയും ഇങ്ങനെ സംശയിക്കരുത് എന്നിങ്ങനെ കനകദുർഗയോട് പറയുകയാണെങ്കിലും കനകദുർഗയ്ക്ക് ചെറിയൊരു പേടി കേട്ടോ. വേറെ ഒന്നുമല്ല, തന്റെ മകള് ചീത്തപ്പേര് കേൾപ്പിക്കുക എന്നൊക്കെ പറഞ്ഞ് ഇപ്പം ഒന്നുമില്ലെങ്കിൽ തന്നെ നാട്ടുകാർ അതും ഇതും പറയുക എന്നൊക്കെ പറയുമ്പം അമ്മയ്ക്കും അച്ഛനും ഉണ്ടാകുന്ന ബുദ്ധിമുട്ടുണ്ടല്ലോ. അപ്പൊ ആ ഒരു ബുദ്ധിമുട്ടിലാണ് പറഞ്ഞത്. അങ്ങനെ ഇവര് വീടിനകത്തേക്ക് കയറി ചെല്ലുന്നു. അപ്പൊ ഇതിനിടയിൽ നമ്മുടെ അനാമിക ഈ സംഭവങ്ങളൊക്കെ അറിഞ്ഞിരിക്കുകയാണ്. അപ്പൊ അനാമിക എന്ത് ചെയ്തു, നേരെ രേവതിനെ വിളിച്ചു പറഞ്ഞു, ഇതൊക്കെയാണ് സംഭവം, നാളെ ഇവിടുന്ന് അനിയാണ് അവളെ ടെസ്റ്റിന് കൊണ്ടുപോകുന്നെന്ന് പറഞ്ഞപ്പോ സമ്മതിച്ചു കൊടുക്കല്ലോ മോളെ, സമ്മതിച്ചു കൊടുക്കല്ലോ. അങ്ങനെ സമ്മതിച്ച് അങ്ങനെ ഒരു ഇടം കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ അതിന്റെ ആപത്തുണ്ടല്ലോ നിനക്ക് തന്നെ ആയിരിക്കും. അതുകൊണ്ട് നീ സമ്മതിച്ചു കൊടുക്കരുത്. ഏതായാലും നീ അവിടെ ഒറ്റയ്ക്ക് നിന്നാ ശരിയാവില്ലടി, ഞാനും വരാടി മോളെ എന്ന് പറഞ്ഞ് അവിടെ നിന്ന് എന്ത് ചെയ്തു, രേവതിയും വരികയാണ്. അപ്പം കനകദുർഗ വരുന്നതിന്റെ പുറകെ രേവതിയും എത്തുന്നുണ്ട്. അപ്പം കനകദുർഗ വന്നു. അപ്പോഴേക്കും തന്നെ നവ്യ ഓടി ചെന്നിട്ട് കനകേനെ കെട്ടിപ്പിടിച്ചിട്ട് ബാ അമ്മേ കേറി വാ, നന്ദു കേറി വാ, സാധനങ്ങളൊക്കെ ഡ്രൈവർ എടുത്തു വെച്ചോളും, കേറി വാ എന്നൊക്കെ പറഞ്ഞു. അങ്ങനെ ഇവരകത്തേക്ക് കയറി വന്നു. നമ്മുടെ ദേവയാനിയോടും ചോദിച്ചായിരുന്നു കേട്ടോ ഇതിനിടയ്ക്ക്, നവ്യ ചോദിച്ചായിരുന്നു. അപ്പൊ നവ്യയോട് ദേവയാനി പറഞ്ഞു, എനിക്ക് പ്രശ്നമൊന്നുമില്ല, ഞാൻ എന്തിനാ പ്രശ്നം ഉണ്ടാക്കണത്, എനിക്ക് അതിന്റെ ആവശ്യമൊന്നുമില്ല, മുത്തച്ഛനും മുത്തച്ഛയും സമ്മതിച്ചു കഴിഞ്ഞിട്ടുണ്ട്, പിന്നെ എനിക്ക് പ്രശ്നമൊന്നും ഇല്ലെന്ന് പറഞ്ഞായിരുന്നു. എങ്കിലും നമ്മുടെ ദേവയാനി ഒത്തിരി സ്നേഹമൊന്നും കാണിക്കുന്നില്ല, പക്ഷെ സ്നേഹിക്കാതെ അവഗണിക്കുകയും ചെയ്യുന്നില്ല. ആ ഒരു അവസ്ഥയാണ് ദേവയാനി. അങ്ങനെ മുത്തച്ഛനും മുത്തശ്ശിയും കൂടെ ഭയങ്കര സന്തോഷത്തോടു കൂടി നന്ദു ബാ എന്ന് പറയുന്നു. അങ്ങനെ നന്ദു ചെന്ന ഉടനെ തന്നെ മുത്തച്ഛനെ കെട്ടിപ്പിടിക്കാൻ കേട്ടോ. നന്ദുവിനോട് പറഞ്ഞു, നല്ലൊരു പെൺകുട്ടിയാണ് നീ, സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പെൺകുട്ടികളായ നിന്നെപ്പോലെ ആകണം, എന്തും ഏതും നേരിടാനുള്ള ധൈര്യവും ഒരു 2 പേര് വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവരെ ഇടിച്ചു വീഴ്ത്തുവാനുള്ള ആ ഒരു ശക്തിയും ഒക്കെ വേണം പെൺകുട്ടികൾക്ക്. ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഇതാണ് വേണ്ടത്. മോൾ ഈ ജീൻസും ഷർട്ടും ഇട്ടുകൊണ്ട് നടക്കുന്നെന്ന് പറഞ്ഞുകൊണ്ട് മുത്തശ്ശനും മുത്തശ്ശിക്കും ഒരു കുഴപ്പമില്ല. കാരണം നമുക്ക് എന്താണോ നമ്മൾ ധരിക്കുന്ന വസ്ത്രം, നമുക്ക് എന്താണോ ഇഷ്ടം, നമുക്ക് ഏത് വസ്ത്രം ധരിക്കുമ്പോഴാണോ കോൺഫിഡൻസ് കിട്ടുന്നത് അതാണ് ധരിക്കേണ്ടത്. അതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. ഏതായാലും മോളുടെ ആഗ്രഹം നേടാൻ പോവുകയാണല്ലോ. ഏതായാലും എല്ലാവരുടെയും പ്രാർത്ഥന പോലെ തന്നെ മോള് SI ആകും, നോക്കിക്കോ. ഈ കുടുംബത്തിൽ നിന്നും ഒരു SI, അതും എന്റെ സ്വപ്നമാണ് എന്നൊക്കെ മുത്തശ്ശൻ ഇങ്ങനെ പറയുന്നു. അനാമിക ആണെങ്കിൽ കലി വന്നിട്ട് നിൽക്കുകയാണ് കേട്ടോ. ഒരു SI വന്നിരിക്കുന്നു. ഇവള് ദൈവമേ, ഇവക്ക് SI സെലക്ഷൻ കിട്ടാതിരിക്കുന്നാ മതിയായിരുന്നു, ഇവള് ഫിസിക്കലിലോ ടെസ്റ്റിലോ ഒക്കെ തോറ്റു പോണേ എന്റെ ഈശ്വരാ എന്നൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. ഈ സമയമാണ് രേവതി കയറി വരുന്നത്. അപ്പൊ രേവതി കുടുങ്ങി വരുന്നു. രേവതിയെ കണ്ടതും ആ അമ്മ വന്നോ എന്നും പറഞ്ഞ് നമ്മുടെ അനാമിക ഓടിച്ചെല്ല, വേറെ ആരും ഓടിച്ചെല്ലാനില്ല കേട്ടോ. അനാമിക ഓടിച്ചെന്നു. അപ്പോഴത്തേക്കും ജാനകി, ഇതാരാ വന്നിരിക്കുന്നത്, മോളുടെ അമ്മ വരുന്നു പറഞ്ഞില്ലല്ലോ ഇന്ന്, കേറി വാ എന്ന് പറഞ്ഞ് വിളിക്കുകയാണ്. അപ്പോഴത്തേക്കും വന്നപ്പോ തന്നെ നമ്മുടെ അനാമികയുടെ അമ്മ രേവതി ഇവരെ കണ്ടപ്പോഴത്തേക്കും തന്നെ, ഓഹോ കനക ഇങ്ങോട്ടേക്ക് വരുന്നുണ്ടായിരുന്നല്ലേ, ഞാൻ അറിഞ്ഞില്ല കേട്ടോ എന്നുള്ള രീതിയിൽ ഇങ്ങനെ സംസാരിക്കുകയാണ്. അപ്പോഴത്തേക്കും നമ്മുടെ നവ്യ, പിന്നെ അറിഞ്ഞില്ല അമ്മ, എല്ലാം മനഃപൂർവ്വം അറിഞ്ഞു കൂട്ടി വന്നേക്കുന്ന, എന്നിട്ടൊന്നും അറിഞ്ഞില്ലാന്നേ, വെറുതെ പുളു അടിക്കുന്നതാന്ന് പറയുന്നത്. ഏതായാലും ഈ സമയം നമ്മുടെ കനക, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ കൂടുതൽ സമയം നിൽക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് കനകയോട് ഭക്ഷണം കഴിച്ചിട്ട് പോകാനൊക്കെ പറഞ്ഞിട്ട് ഭക്ഷണമൊന്നും കഴിക്കുന്നില്ലെന്ന് പറഞ്ഞു. അങ്ങനെ നവ്യ നന്ദുവിനെ കൂട്ടി മുറിയിലേക്ക് പോയി. ഇതിനിടയിൽ അനി ഇരിക്കുകയാണ്. അനിക്ക് ചെവിതല കേൾക്കുന്നില്ല കേട്ടോ. അങ്ങോട്ട് ചെന്നില്ലേ അനാമിക, എന്ത് പണിയാ നിങ്ങൾ കാണിക്കുന്നത്, നിങ്ങളുടെ ഭാര്യ ഞാനല്ലേ, എന്നോട് ചോദിക്കാതെയാണോ നാളെ ഇവിടുന്ന് പോകുന്നത്, അത് ഞാൻ സമ്മതിച്ചു തരത്തില്ല, ഞാൻ നിങ്ങളുടെ കൂടെ വരും എന്നൊക്കെ പറയാണ്. അപ്പൊ അനി പറഞ്ഞു, നീ എന്തിനാ കൂടെ വരുന്നത്, എന്റെ പൊന്നെ അനാമിക, ഒന്നാമത് എനിക്ക് സമാധാനമില്ല ഇപ്പം, അതിന്റെ കൂടെ ഞാൻ നാളെയെങ്കിലും ഒന്ന് സമാധാനത്തോടു കൂടി പൊക്കോട്ടെ, ദയവ് ചെയ്ത് എന്റെ കൂടെ വരരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്കും പെട്ടെന്ന് രേവതി കയറി വന്നിട്ട്, എന്താ മോനെ ഇങ്ങനെയൊക്കെ പറയുന്നത്, മോള് ഇവന് സമാധാനം കൊടുക്കുന്നില്ലേ, ശരിയാണോ, ഒരിക്കലും നിങ്ങൾ ഇങ്ങനെ വഴക്ക് കൂടി കാണുന്നതല്ല ഞങ്ങളുടെ ആഗ്രഹം. അപ്പോഴത്തേക്കും അനി പറഞ്ഞു, അങ്ങനെ വഴക്ക് കൂടി കാണാൻ ആഗ്രഹമില്ലെങ്കിൽ മകളോട് മര്യാദയ്ക്ക് നിൽക്കാൻ പറ, പറഞ്ഞാൽ കുഴപ്പമില്ലല്ലോ, ഇവക്ക് എന്നെ കാണുന്നത് ഇവക്ക് തുടങ്ങൂല, ഞാൻ ചെയ്യുന്നത് കുറ്റം, ഞാൻ പറയുന്നത് കുറ്റം, ഇവക്ക് എല്ലാം കുറ്റം, ഇവക്ക് ഞാൻ ചെയ്യുന്നതായിട്ട് ഒരു കുറ്റവും കുറവും അല്ലാതെ ഇവള് വേറെ ഒന്നും പറയാറില്ല. അതുകൊണ്ട് തന്നെ എന്റെ സ്വൈര്യം നഷ്ടപ്പെട്ടിരിക്കുക. അതുകൊണ്ട് ദയവ് ചെയ്ത് എന്നെ ശല്യം ചെയ്യരുത്, ഞാൻ ഫ്രീ ആയിട്ട് നടന്നോട്ടെ. അനാമിക, നീ എവിടെ പോവുക, എന്തിനു പോവുക എന്ന് വല്ലോ ഞാൻ അന്വേഷിക്കാൻ വരുന്നുണ്ടോ, ഞാൻ നിന്നോട് പോകണ്ട എന്ന് പറഞ്ഞാൽ നീ പോകാതിരിക്കുവോ, ഇല്ലല്ലോ, പിന്നെ എന്തിനാണ് എന്റെ പുറകെ നടന്ന് ശല്യം ചെയ്യുന്നത്. നാളെ ഞാൻ നന്ദുവിനെയും കൊണ്ട് പോകും. നന്ദുവിന്റെ വലിയൊരു ആഗ്രഹം തന്നെ ആയിരുന്നു ഈ ഒരു SI എന്നത്. അതിപ്പോ നന്ദുവിന്റെ മാത്രമല്ല, എന്റെ മുത്തശ്ശിയുടെയും മുത്തച്ഛന്റെയും അതുപോലെ തന്നെ ആദർശേട്ടന്റെ ഒക്കെ ആഗ്രഹമാണ്. അപ്പൊ അതെനിക്ക് സാധിച്ചു കൊടുക്കണം, പ്രത്യേകിച്ച് എന്റെ ഏടത്തി അമ്മയുടെയും. അതുകൊണ്ട് അതൊക്കെ സാധിച്ചു കൊടുക്കാൻ വേണ്ടി ഞാൻ നാളെ പോകും, അത് ആരൊക്കെ വിലക്കിയാലും ഞാൻ പോകുന്നു പറഞ്ഞു.
ഇത് കഴിഞ്ഞപ്പോഴത്തേക്കും അനാമിക പറഞ്ഞു, കണ്ടോ അമ്മേ അവന്റെ അഹങ്കാരം എന്ന് പറഞ്ഞപ്പം രേവതി പറഞ്ഞു, മോള് സമാധാനായിട്ടിരിക്കുക, ഈ അഹങ്കാരം ഞാനങ്ങ് കുറച്ച് തന്നാ പോരെ, ഞാൻ ഈ അഹങ്കാരം കുറച്ച് തന്നിരിക്കും. ഇവന്റെ ഈ അഹങ്കാരം നാളെ ഇവിടുന്ന് നന്ദു പോകുവല്ല, അപ്പൊ എന്ത് ചെയ്യും? അത് പിന്നെ എങ്ങനെയമ്മ നന്ദു പോകാതിരിക്കുന്ന നാളെ? അതിനുള്ള ഐഡിയ ഒക്കെ ഈ അമ്മയുടെ കയ്യിലുണ്ട് മോളെ എന്താ വിചാരിച്ചത്? നാളെ ഇവിടുന്ന് നന്ദു പോവില്ല, അത് മാത്രം ഇപ്പൊ മോൾ അറിഞ്ഞാൽ മതി എന്ന് പറഞ്ഞു. ഏതായാലും രാവിലെ ആകുന്നു, നേരം വെളുക്കുന്നു, ഇവര് എസ് ഐയുടെ ആ എന്തോ ഒരു ചെറിയ ടെസ്റ്റിന് പോകാൻ വേണ്ടി തുടങ്ങുന്നു. ആ സമയത്താണ് ഹോളി ടിക്കറ്റ് കാണുന്നില്ല. നമ്മുടെ നന്ദു തപ്പലോട് തപ്പല്, അവിടെയും ഇവിടെയും മുക്കിലും മൂലയിലും ഒക്കെ തപ്പി. നന്ദുവിന്റെ ബാഗിൽ തന്നെ ഉണ്ടായിരുന്നു. ഹോളി ടിക്കറ്റ് കാണുന്നില്ല. ഹോളി ടിക്കറ്റ് കാണാതെ എങ്ങനെ പോയി ടെസ്റ്റ് എഴുതും? അങ്ങനെ ഒരു അരമണിക്കൂർ 1 മണിക്കൂർ തപ്പി. ഇനിയിപ്പൊ ലേറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടെസ്റ്റ് എഴുതാൻ പറ്റത്തില്ലാത്തൊരവസ്ഥ. എന്ത് ചെയ്യണം എന്നറിയില്ല. അങ്ങനെ നമ്മുടെ അനന്തമൂർത്തി ഓർക്കുന്നു, ഇനിയിപ്പൊ വിളിച്ചു പറഞ്ഞാല് ആരെക്കൊണ്ടെങ്കിലും വിളിച്ചു പറയിപ്പിച്ചാലോ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും നന്ദു പറഞ്ഞു, അങ്ങനെയൊന്നും വിളിച്ചു പറയിപ്പിക്കാൻ പറ്റുന്നല്ലോ മുത്തച്ഛ, ഹാൾ ടിക്കറ്റ് ഇല്ലാതെ ആ ഹോളിൽ നമുക്ക് പ്രവേശിക്കാൻ പറ്റില്ല. അത് നഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പം അതെങ്ങനെയെങ്കിലും എടുക്കാൻ പറ്റുമോന്നും എനിക്കറിയില്ല എന്നും പറഞ്ഞുകൊണ്ട് നന്ദു അങ്ങോട്ട് വെപ്രാളം തുടങ്ങി. അപ്പം നയന ഇങ്ങ് പതുക്കെ റൂമിൽ നിന്ന് ഇറങ്ങി വരികയാണ് കേട്ടോ. നയന പതിയെ റൂമിൽ നിന്ന് ഇറങ്ങി ആ ഒരു ഹോൾ ടിക്കറ്റുമായിട്ട് വന്നു. പെട്ടെന്ന് രേവതി ഞെട്ടിപ്പോയി കേട്ടോ. ഇതിവൊക്കെ എവിടെ നിന്ന് കിട്ടിയെന്നായിപ്പോയി. അങ്ങനെ നമ്മുടെ നവ്യ വന്നിട്ട് ഇതല്ലേ ഹോൾ ടിക്കറ്റ് എന്ന് പറഞ്ഞ് കൊടുക്കുകയാണ്. ഏതായാലും നന്ദുവിന് അത് ഹോൾ ടിക്കറ്റ് കൊടുത്തു. നന്ദുവും ആനിയും കൂടെ പോയി. പക്ഷെ ഈ ഹോൾ ടിക്കറ്റ് എങ്ങനെ നമ്മുടെ രേവതിയുടെ കയ്യിൽ നിന്ന് ആരുടെ കയ്യിലെത്തി? നവ്യയുടെ കയ്യിലെത്തി എന്നാർക്കും അറിയില്ല. ആർക്കും അറിയില്ലെന്ന് പറഞ്ഞാൽ ഇവർക്കാർക്കും അറിയത്തില്ലല്ലോ കാണാതെ പോയത് ഏത് വഴിയാണെന്ന്. അപ്പം പെട്ടെന്ന് ഞെട്ടി നിൽക്കുകയാണ് നമ്മുടെ രേവതി. ഇതെങ്ങനെ എത്തിയെന്നറിയില്ല. രേവതിക്ക് അറിയാം, രേവതിയുടെ കൈവശത്ത് നിന്ന് ഇത് അടിച്ചു മാറ്റിയിട്ടുണ്ടെങ്കിൽ രേവതി ചെയ്തതെല്ലാം നമ്മുടെ നവ്യ കണ്ടിട്ടുണ്ട്. വീണ്ടും നവ്യയ്ക്ക് മുന്നിൽ കൈകൂപ്പി നിൽക്കേണ്ടി വരുന്ന ഒരു അവസ്ഥ ഉണ്ടാവുകയാണ് രേവതിക്ക്. ഈ സത്യം പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ നാണം കെടും രേവതി, അത് ഉറപ്പാണ്. പ്രൂഫ് സഹിതം നമ്മുടെ നവ്യയുടെ കയ്യിലുണ്ട് കേട്ടോ. അപ്പം ഒരു തെളിവ് കിട്ടി. പിന്നെ പാലിൽ വിഷം കലർത്തിയതിന്റെ തെളിവും കൂടി ഇനി കിട്ടിക്കഴിഞ്ഞാല് ഓക്കെ, നമ്മുടെ അനാമിക പതിയെ തട്ടി വെളിയിലാക്കാനുള്ള ഏകദേശം സംഭവങ്ങളൊക്കെ കിട്ടും കേട്ടോ. അപ്പൊ അടിപൊളി വിശേഷങ്ങളാണ് വരാനിരിക്കുന്നത്, കാത്തിരുന്നതിനെ കാണുക കേട്ടോ. അപ്പൊ നമ്മൾ എന്ന് ഉച്ചയ്ക്ക് ഒരു 12:30 മണിക്കും 1 മണിക്കും ഒക്കെ ഇടയ്ക്കായിട്ട് അപ്കമിങ് വിശേഷങ്ങൾ നിങ്ങളുടെ മുമ്പിൽ എത്തിക്കുന്നതായിരിക്കും. അതിനോടൊപ്പം തന്നെ ഇത് ഇന്നും നാളെയും വരാനിരിക്കുന്ന വിശേഷമല്ല, അപ്കമിങ് വിശേഷങ്ങളാണ് കേട്ടോ. അപ്പൊ ഞാൻ എന്നും ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നതായിരുന്നു. ഞാൻ പറയാൻ മറന്നുപോയെന്ന് തോന്നുന്നു. ഞാൻ എല്ലാ ദിവസവും ഇടുമ്പോൾ ഞാൻ തുടങ്ങുമ്പോൾ തന്നെ പറയുന്നതായിരുന്നു. നമ്മുടെ ഫുൾ വിശേഷവും അതുപോലെ പ്രമോ വിശേഷവും ഒക്കെ നമ്മൾ ഇടുന്നത് മെയിൻ ചാനലിലാണ്. അപ്പം ഇനിയിപ്പം 1 വീക്ക് പ്രമോ വിശേഷമൊക്കെ നമ്മുടെ മെയിൻ ചാനലിൽ നമ്മൾ ഇന്ന് വൈകിട്ട് തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. രാവിലെ ഫുൾ വിശേഷവും ഇട്ടിട്ടുണ്ട്. അപ്പൊ എല്ലാവർക്കും ഒരുപാട് താങ്ക്സ്. ടാറ്റാ, ബൈ ബൈ.